നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ മാസം 2000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ട നിർബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. 2026 മസ്റ്ററിംഗ് തീയതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മസ്റ്ററിങ്ങിന് മുമ്പ് നമ്മൾ മുൻകൂട്ടി തന്നെ തയ്യാറാക്കേണ്ട രേഖകളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാസം 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന വിധവാ പെൻഷൻ, അതുപോലെ തന്നെ വാർദ്ധക്യ പെൻഷൻ, കാർഷിക പെൻഷൻ പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടത്. ഈ ഒരു മസ്റ്ററിങ് പൂർത്തിയാക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനും ലഭിക്കുകയില്ല. സാധാരണഗതിയിൽ ആഗസ്റ്റ് മാസത്തിലെ തുടക്കത്തിലാണ് ഈ ഒരു മസ്റ്ററിങ് തുടങ്ങാറ്. ആഗസ്റ്റ് മാസം തുടങ്ങി ആഗസ്റ്റ് 30 അവസാനിക്കുന്ന രീതിയിലാണ് ഈ മസ്റ്ററിങ്ങിൻ്റെ കാലാവധി ഉണ്ടാവാറ്. ഒരു മാസമാണ് ഇതിന് സർക്കാർ നമുക്ക് സമയം തരാറ്. കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഈ ഒരു സമയത്തായിരുന്നു മസ്റ്ററിങ് ഉണ്ടായിരുന്നത്. ഈ ഒരു വർഷവും ഈ ഒരു ആഗസ്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ മസ്റ്ററിങ്ങുമായി സർക്കാർ വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ മസ്റ്ററിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്കിൽ മാത്രമായിരിക്കും മസ്റ്ററിങ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കി നമുക്കിത് പെൻഷൻ വീണ്ടും ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം, ഈ ഒരു മസ്റ്ററിങ്ങിന് സർക്കാർ ഇതുവരെ കൊടുത്തത് അക്ഷയ കേന്ദ്രങ്ങൾക്ക് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പഞ്ചായത്തിൽ ചിലപ്പോൾ 1-2 അക്ഷയ കേന്ദ്രങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു മസ്റ്ററിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ വാർഡിലും ഏകദേശം 100-200 ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യാനുണ്ടാകും. നല്ല തിരക്കായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ ക്യാമ്പുകളിലും മറ്റും നമ്മൾ മണിക്കൂറോളം വരെ നിന്നിട്ടായിരിക്കും മസ്റ്ററിങ്ങിന് ചിലപ്പോൾ ശ്രമിക്കാറ്. ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ വിരൽ പതിയാത്ത അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് പതിയാത്ത ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തുകൊണ്ടാണ് മസ്റ്ററിങ് നടക്കുന്നത്. നമ്മുടെ ആധാർ കാർഡിലെ ചെറിയ തെറ്റുകൾ പോലും നമ്മളില്ലാന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പെൻഷൻ പോർട്ടൽ നമ്മുടെ പേര് എങ്ങനെയാണുള്ളത് അത് നമ്മുടെ ആധാറുമായി കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് തന്നെ ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പെൻഷൻ പോർട്ടലിൽ വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും. നമ്മുടെ പേര് എങ്ങനെയാണോ വെബ്സൈറ്റിലുള്ളത് അതുപോലെ തന്നെ പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും. ഇതിന് ലിങ്ക് ആവശ്യമുള്ള ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ പേര് ആധാറിലും ഉള്ളതുപോലെ തന്നെ ഒന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ വർഷങ്ങളോളമായി 5-10 വർഷമായി ആധാർ കാർഡ് എടുത്ത ആളുകൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. നമ്മുടെ ഫിംഗർ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മസ്റ്ററിങ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മൊബൈൽ നമ്പർ കൂടി ഇത് ലിങ്ക് ചെയ്യുക. ഇപ്പോഴും ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ, മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. ആധാർ നമ്പർ എടുക്കുന്ന സമയത്ത് കൊടുത്ത ലാൻഡ് ഫോൺ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതെല്ലാം ഒഴിവാക്കി നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രേഖകൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. മസ്റ്ററിങ് വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് ചെയ്യുക എന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ വരുന്നതാണ്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.